ഒരു നിമിഷം ആഘോഷം ആകാശം നിറയ്ക്കുമ്പോൾ അത് തന്നെ അതേ നിമിഷത്തിൽ ഭീതിയായി മാറാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ വെടിക്കെട്ടിനെ ഇത്രയും ആവേശത്തോടും താല്പര്യത്തോടും കാണുന്നത്? കാരണം അത് വെറും വെളിച്ചമല്ല, ഒരു ശക്തിയുടെ പ്രകടനമാണ്. ഒരു അപകടത്തിൻ്റെ അതിരിൽ നിൽക്കുന്ന ആവേശം, ഭയവും ആനന്ദവും ഒരേ നിമിഷത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച. തൃശ്ശൂർ പൂരം ഒരു ആഘോഷമല്ല, അതൊരു ജനതയുടെ ആവേശവും വികാരവുമാണ്. പാറമേക്കാവ് ഭഗവതി ടെമ്പിളിൻ്റെയും തിരുവമ്പാടി കൃഷ്ണ ടെമ്പിളിൻ്റെയും മേളവും കുടമാറ്റവും ഒക്കെ ചേർന്ന മഹാപൂരം. പൂരത്തിൻ്റെ ഉച്ചകോടി വെടിക്കെട്ട് തന്നെ. പക്ഷേ ഈ അതേ ശക്തി കയ്യിൽ നിന്ന് വഴുതിപ്പോയാൽ അത് അപകടവുമാകും. ഒരു ചെറിയ പിഴവ് പോലും തുടർച്ചയായ ദുരന്തമായി മാറാം. നമ്മൾ അത് പല സ്ഥലത്തും പല രൂപത്തിൽ കണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ മുന്നിൽ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. വെടിമരുന്ന് ഒരു രാസശക്തിയാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ കൃത്യതയും നിയന്ത്രണവും വളരെ അനിവാര്യമാണ്. ഇന്നത്തെ ലോകത്ത് വലിയ കെട്ടിടങ്ങൾ പോലും കൃത്യമായി കണക്ക് കൂട്ടി സെക്കൻഡുകൾക്കുള്ളിൽ പൊളിക്കുന്നു. നമ്മുടെ നാട്ടിൽ കൊച്ചിയിലെ മരടിൽ നാം കണ്ടതാണ് ആ കൃത്യത. അതുപോലെ ആകാശ കാഴ്ചകൾ നമുക്ക് കൃത്യതയോടെ കാണാം, അത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ദുബായിലെ ബുർജ് ഖലീഫ, പാരീസിലെ ഈഫൽ ടവർ, സിംഗപ്പൂരിലെ മറീന ബേയിലൊക്കെ ആയിരങ്ങൾക്കിടയിൽ പോലും സുരക്ഷിതമായി വെടിക്കെട്ട് ടെക്നോളജിയോടെ നിയന്ത്രിക്കുന്നു. ലക്ഷങ്ങൾ അത് ആസ്വദിക്കുന്നു. മനുഷ്യൻ ശക്തിയെ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ അവനെ വല്ലാതെ ആകർഷിക്കുന്നത്. വെടിമരുന്ന് മനുഷ്യൻ്റെ കയ്യിലെ ഒരു ശക്തിയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ആഘോഷം, അല്ലെങ്കിൽ ദുരന്തം. ആഘോഷമില്ലാതെ മനുഷ്യനില്ല. ആഘോഷങ്ങൾ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ആനന്ദപൂർണ്ണവുമാക്കാൻ ടെക്നോളജിയെ കൂടുതൽ ഉപയോഗിക്കേണ്ട സമയമാണ്. നമുക്കൊരുമിച്ച് ശ്രമിക്കാം സുരക്ഷിതമായ ആഘോഷങ്ങൾക്കായി. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് നഷ്ടമാകുന്നത് ദുഃഖകരമാണ്. ജീവൻ നഷ്ടപ്പെട്ട എല്ലാ പേർക്കും ആദരാഞ്ജലി.